കൊരുത്തെടുത്ത കയറിഴ പോലെ ദൃഢതയാർന്ന നിലപാടുകളുടെയും ഇച്ഛാശക്തിയുടെയും ആൾരൂപമായിരുന്നു സഖാവ് ടി.വി. തോമസ്. 6 അടി പൊക്കം, അതിനൊത്ത ശരീരം. സമരനിരയ്ക്ക് മുന്നിൽ ടി.വി. എത്തിയാൽ സർ CP-യുടെ പട്ടാളം പോലും ഒരു നിമിഷം ഭയന്നു പിന്മാറുമായിരുന്നു. പുന്നപ്ര വയലാറിന്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ സമരത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പട്ടാളത്തിന്റെ മുന്നിൽ നെഞ്ചുവിരിച്ച് പറഞ്ഞ സഖാവ് ടി.വി.യുടെ ചിത്രമാണ് ആദ്യം തെളിയുക. ഐതിഹാസികമായ പോരാട്ടത്തിന്റെ 79ാം വാർഷിക വാരാചരണം നടക്കുമ്പോൾ തൂവെള്ള ജുബ്ബയിൽ അലിഞ്ഞു ചേർന്ന നിഴൽ പോലെ സമരനായകൻ ഇന്നും മായാത്ത സ്മരണയാണ്. ലോകം അടയാളപ്പെടുത്തിയ പുന്നപ്ര വയലാർ ഉൾപ്പെടെയുള്ള സമരങ്ങളുടെ മുന്നണി പോരാളികൾ അന്നത്തെ കയർ തൊഴിലാളികളായിരുന്നു. ഈ ചരിത്രത്തെ സ്മരിച്ചുകൊണ്ട് വയലാർ പിന്നീട് ഇങ്ങനെ എഴുതി: കയറ് പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ. രാഷ്ട്രീയ കേരളത്തിന്റെ ഗതിവിഗതികളെ നിർണയിക്കുന്നതിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയവരായിരുന്നു ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ. ആദ്യമായി തൊഴിലാളി സംഘടന രജിസ്റ്റർ ചെയ്ത ആലപ്പുഴയെ ചുവപ്പിൽ മുക്കിയ സമരങ്ങളും നിരവധി. അങ്ങനെ വർഗ സമരങ്ങളിലൂടെ അവർ ഇതിഹാസങ്ങൾ രചിച്ചു. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ബ്രിട്ടീഷുകാരനായ ജെയിംസ് സ്റ്റാർ സ്ഥാപിച്ചതിന്റെ ചുവട് പിടിച്ച് ഒട്ടേറെ കമ്പനികൾ ആലപ്പുഴയിൽ രൂപം കൊണ്ടു. രാപ്പകൽ ഭേദമെന്നെ തൊഴിൽശാലയിലേക്ക് ഘോഷയാത്ര പോലെ ഇഴഞ്ഞു നീങ്ങുന്ന തൊഴിലാളികൾ ആലപ്പുഴയിലെ പതിവ് കാഴ്ചയായിരുന്നു. ഒരു ദിവസം 14 മണിക്കൂറിലേറെയായിരുന്നു ജോലി. കൂലി പണമായി നൽകില്ല. ഉറക്കെ ചിരിച്ചാൽ, മിണ്ടിയാൽ, ഒരു മൂളിപ്പാട്ട് പാടിയാൽ പോലും തൊഴിലാളികൾ പിഴയടക്കേണ്ട കാലം. തിരുവിതാംകൂറിന്റെ സാമൂഹ്യാവസ്ഥ ബോധ്യമായ P. കൃഷ്ണപിള്ളയാണ് ആലപ്പുഴയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ടി.വി. തോമസിനെ ചുമതലപ്പെടുത്തിയത്. തൊഴിലാളികളെ അടുത്തറിഞ്ഞ കൃഷ്ണപിള്ളയ്ക്ക് അത്രയേറെ ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ ടി.വി. തോമസിനുണ്ടായിരുന്ന സ്വാധീനം. 1946 ചേർന്ന സംഘടനയുടെ വാർഷിക സമ്മേളനം ഒരു വ്യവസായ സ്ഥാപനത്തിന് ലാഭമായാലും നഷ്ടമായാലും വാർഷിക വരുമാനത്തിന്റെ 4% തൊഴിലാളികൾക്ക് ബോണസായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ടി.വി.യുടെ മുൻകൈയിലായിരുന്നു ഈ നിർദ്ദേശം വന്നത്. തൊഴിൽ വ്യവസായ മന്ത്രിയായിരുന്ന ടി.വി. നടപ്പാക്കിയ പല പദ്ധതികളും കയർ തൊഴിലാളികളുടെ കണ്ണീരൊപ്പുന്നതായി. കയർ വ്യവസായത്തിന്റെ പുനരുദ്ധാരണത്തിനായി കൊണ്ടുവന്ന 50 കോടി രൂപയുടെ നിക്ഷേപമുള്ള ബൃഹത് പദ്ധതി ആ മേഖലയിൽ സൃഷ്ടിച്ച മാറ്റങ്ങൾ ചെറുതല്ല. പിന്നീട് ടി.വി. പദ്ധതി എന്ന പേരിൽ അത് അറിയപ്പെട്ടു. 1968 കയർ മേഖലയിൽ സംഘർഷം പതിവായി. ഇത് പരിഹരിക്കാൻ സർക്കാർ ഒരു കയർ വികസന പദ്ധതിക്ക് രൂപം നൽകി. വ്യവസായ മന്ത്രിയായിരുന്ന ടി.വി. തോമസ് ആയിരുന്നു അതിന്റെ മുഖ്യ ശില്പി. പിന്നീട് കയർ പുനഃസംഘടനാ പദ്ധതിയെ ടി.വി. തോമസിന്റെ പേരിൽ കാലം അടയാളപ്പെടുത്തി. സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കയർ നേരിട്ട് സംഭരിക്കുന്നതിനായി കയർഫെഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം സ്ഥാപിച്ചതും പുനഃസംഘടനാ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. ഉൽപാദന ചെലവിനനുസരിച്ച് വില നൽകി കയർ ഉൽപ്പന്നങ്ങൾ തൊഴിലാളികളിൽ നിന്നും സംഭരിക്കുവാനായി ടി.വി. മുൻകൈയെടുത്ത് കയർ കോർപ്പറേഷനും പിന്നീട് ഹോമാറ്റിക്സും സ്ഥാപിച്ചു. കയർ ഗവേഷണത്തിനായി സ്ഥാപിച്ച NCRMI-യും ഈ രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല. കയർ വ്യവസായത്തിന്റെ പരിഷ്കരണത്തിനും വളർച്ചയ്ക്കുമൊക്കെ വഴിയൊരുക്കിയ ആ സ്ഥാപനങ്ങൾ ഇന്നും ടി.വി.യുടെ നിത്യസ്മാരകമായി നിലകൊള്ളുന്നു.